എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 5 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മാന്യവിലയിൽ ലഭിക്കാവുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. ഇന്റർലോക്ക് കട്ട വെച്ച റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന വീട് തന്നെയാണ്. ചുറ്റുമതിലിലും ഗേറ്റിലും ഇനി പെയിൻറ്റിങ് വർക്കുകൾ നടക്കാനുണ്ട്. ആ ഒരു വർക്ക് മാത്രമേ ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ. നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തന്നെയാണ്. വലിയൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ നമുക്ക് കാണാൻ കഴിയും. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. ഏകദേശം 1.5 മീറ്ററോളം വീതി വരുന്ന മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലായി നമുക്ക് കാണാം വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. നല്ല ഡിസൈൻ വർക്കോടുകൂടി വരുന്ന ഒരു സിംഗിൾ പാളി ഡോറാണ് ഫ്രണ്ടിലായി കാണാൻ കഴിയുക. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല രീതിയിൽ ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ നമുക്ക് കാണാം. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്നും ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറും ലൂവർ വർക്കിലെല്ലാം നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു TV യൂണിറ്റ് കാണാൻ കഴിയും. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ആ ഒരു TV യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 3 ഫേസ് കണക്ഷനാണ് ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും വി-ഗാർഡിൻ്റെ വയറുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയാണ്. 8 സീറ്റോ 10 സീറ്റോ വരുന്ന വലിയ ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭ്യമാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഹോള് തന്നെയാണ്. ഈ കാണുന്ന വിൻഡോ ഡോർ കം വിൻഡോ എന്നുള്ള രീതിയിൽ തുറക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് ആ ഒരു സ്പേസ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള വിൻഡോ കാണാം. കൂടാതെ അവിടെ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും കാണാൻ കഴിയും. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറിനായി ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുക. ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം തന്നെ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായി വരുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമിനായി ലഭിക്കുക. ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള നല്ല ടേബിൾ ടോപ്പോടുകൂടി വരുന്നൊരു വാഷ് കൗണ്ടറും കാണാൻ കഴിയും. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി ഇരുമ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാൻ കഴിയും. ഇനി സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഈ കാണുന്ന ഭിത്തിയിലും വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്.
അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത വിൻഡോ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. നല്ല രീതിയിൽ വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ 2 ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട്. ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഡോർ കം വിൻഡോ എന്നുള്ള രീതിയിലാണ് ഈ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഭാഗത്തായി ഈ ഒരു വീട് മാത്രമേ ഇനി വിൽപ്പനയ്ക്കായി ലഭ്യമായിട്ടുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കാണാം. നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും 4 ബെഡ്റൂമിനും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2364 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,15,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.